അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്, നാളെ ഇന്നിപ്പോ ഖിയാമത്ത് നാളെടുക്കുകയാണ്. ഖിയാമത്ത് നാളെടുത്തു, ദജ്ജാലും വന്നു, എല്ലാരും വന്നു, കഅബയും പൊളിക്കപ്പെട്ടു. ഇന്ന് ഖിയാമത്ത് നാളാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അഥവാ ഇനി നാളേക്കൊരു ജീവിതം ബാക്കിയില്ല, ഇന്ന് ഖിയാമത്ത് നാൾ. നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ ആ ചെടി മരിക്കുന്നതിന് മുമ്പ് നട്ടു വളർത്താൻ നിനക്ക് കഴിയുമെങ്കിൽ അത് നടാതെ നീ മരിക്കരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നാളെ ഖിയാമത്ത് നാളാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ ചെടി നടുന്നത്? എന്തിനാണ് ആ ചെടിയുടെ ആവശ്യം? എന്താ? നാളെ ഇന്നാണ് ഖിയാമത്ത് നാൾ എടുക്കുന്നത്. ഇന്ന് ഖിയാമത്ത് നാൾ എടുത്തു. ബിയദി അഹദികും ഫസീല. ഖിയാമത്ത് നാൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി കഷ്ണമുണ്ട്, ഒരു മരക്കഷ്ണമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഖിയാമത്ത് നാൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ആ ചെടി നടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ചെടി നട്ടിട്ടേ മരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഇവിടെ കൃഷിയിടം തുടങ്ങാനല്ല, ഇവിടെ തോട്ടങ്ങൾ ഉണ്ടാക്കാനല്ല. മരിക്കാൻ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കഴിവിന്റെ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കണമാണ്. നാളെ മരിക്കുമെന്നതിന് ഞാൻ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? 60 വയസ്സായൊരു നന്മയും ചെയ്യാത്ത ഞാൻ ഏതായാലും എൻ്റെ 60 വയസ്സും കഴിഞ്ഞു. ഇനി ഞാൻ നന്മ ചെയ്തിട്ട് എന്ത് കാര്യം? ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ലല്ലോ. ഇനി 1, 2, 3 വർഷങ്ങളല്ലേ എൻ്റെ മുമ്പിലുള്ളത്. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എത്ര നന്മ ചെയ്തിട്ടും എന്ത് കാര്യമെന്ന് ചിന്തിക്കണ്ട. നീ 60 വർഷം വ്യഭിചാരങ്ങളിലും കൊലപാതകങ്ങളിലും കള്ളുകുടിയിലും മയക്കുമരുന്നിലും ലഹരിയിലും തോന്നിവാസങ്ങളിലും ജീവിച്ച ഒരാളാണെങ്കിൽ വരെ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നിനക്ക് കഴിഞ്ഞാൽ അതെങ്കിലും പറഞ്ഞിട്ട് നീ മരിക്കണമെന്നാണ് അതിന്റെ അർത്ഥങ്ങളൊക്കെ, ഈ ഹദീസിന്റെ വിശദീകരണങ്ങളൊക്കെ. നന്മ ചെയ്യാൻ ഒരു അവസരമുണ്ടായാൽ അത് നഷ്ടപ്പെടുത്തരുത് മുഅ്മിനീങ്ങളെ. നന്മ ചെയ്യാൻ ഒരു അവസരമുണ്ടായാൽ, ഉദാഹരണം തന്നെ പറയാ, വഅലിന്റെ സദസ്സ് എന്നുള്ളത്, ഇൽമിന്റെ സദസ്സ് എന്നുള്ളത് സ്വർഗത്തിന്റെ പൂങ്കാവനമാണ്, സ്വർഗത്തിന്റെ പൂന്തോട്ടമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോ, ഈ ഒരു ഇൽമിന്റെ സദസ്സ് കാണുമ്പോ ആ സദസ്സിലിരുന്ന് ഈ പൂന്തോട്ടത്തിൽ സ്വർഗത്തിന്റെ ഒരു ഭാഗവാക്കാവാതെ ഈ ഒരു നന്മ ഒരിക്കലും നഷ്ടപ്പെടുത്തല്ല ചെറുപ്പക്കാര. അത് ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഇതൊരു പുണ്യമാണ്, ഇത് സ്വർഗത്തിന്റെ ഒരു ഭാഗമാണ്. ഈ ദുനിയാവിലെ സ്വർഗം ആസ്വദിക്കുന്ന ആളുകൾക്ക് നാളെ ആഖിറത്തിൽ സ്വർഗം ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്മകൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. നന്മകൾക്ക് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. ഓരോ സെക്കൻഡിലും നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓരോ സെക്കൻഡിലും നന്മ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇഗ്തനിം ഖംസിൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, എല്ലാവരും നമ്മൾക്കൊക്കെ അറിയുന്ന ഹദീസാണ്, എന്നാലും ഒന്നും നമ്മൾ മനസ്സിലാക്കണം. ഇഗ്തനിം ഖംസൻ ഖബല ഖംസിൻ. 5 കാര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അത് കഴിഞ്ഞു പോയാലേ അതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ആ 5 കാര്യങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കുകയും മാക്സിമം ആ 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇല്ലെങ്കിലേ നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ആ ഒരു ചാൻസ് നമ്മളിൽ നിന്ന് പോകും. പോയാൽ പിന്നെ നന്മ ചെയ്യാൻ പറ്റൂല. ഒരു പശു, ഒരു രാജ്ഞി, നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് തരണമെങ്കിൽ പെണ്ണിൻ്റെ പിതാവ് നിബന്ധന വെച്ചത്, എൻ്റെ തൊഴുത്തിലുള്ള പശുവിൻ്റെ വാൽ ആരാ പിടിക്കുന്നത്, ആ കാളയുടെ വാൽ ആരാ പിടിക്കുന്നത്, അവർക്ക് ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ മകളുടെ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞു. അത് ഈസിയല്ലേ? തൊഴുത്തിലുള്ള കാളയുടെ വാല് പിടിക്കാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ഒരാൾ വന്നു, അഥവാ പിടിച്ചില്ലെങ്കിൽ അവരുടെ തല പോവും, പിന്നെ പുറം ലോകം കാണൂല. അങ്ങനെ കല്യാണം കഴിക്കണം, സുന്ദരിയായ പെണ്ണാണല്ലോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെ എന്തും കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് അല്ലേ? പണ്ടൊരു കാമുകി പറ്റിച്ച കഥ നിങ്ങൾക്ക് അറിയില്ലേ? പണ്ടൊന്നല്ലേ, ഇവിടുത്തെ തന്നെയാണ്. iPhone 6 ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കുറേ 20ഓളം കാമുകന്മാരുണ്ട്. എല്ലാവരോടും പറഞ്ഞു എനിക്കൊരു Apple 6 വേണമെന്ന്. എല്ലാവരും കൊടുത്തു. എല്ലാവരും വിചാരിച്ച എൻ്റെ സ്വന്തമാണെന്നും. എന്ത് സ്വന്തം? എല്ലാവരും വിളിച്ചിട്ട് ഞാൻ നിൻ്റേതാണ്, നീ എൻ്റേതാണ്, നമ്മളൊന്നൊന്നുമല്ലേ, അങ്ങനെ ചോദിച്ചിട്ടാണ് തുടങ്ങിയത്.
എനിക്കൊരു ആപ്പിൾ 6 വേണം, ആപ്പിൾ 6 കൊടുത്തു. 20 ശില്ലാനം ആപ്പിൾ 6 ആ പെണ്ണിന് കിട്ടി. ആ ആപ്പിളൊക്കെ വിറ്റ് ഇറങ്ങിയ ഉടനെ ആപ്പിളിന്, അപ്പോൾ ആ ആപ്പിളൊക്കെ വിറ്റ് വീടെടുത്തൊരു വാർത്ത ഒരു പത്രത്തിൽ വന്നത് ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. 20ഓളം കാമുകന്മാരെ വളരെ കൂളായി ലാകാൻ, അങ്ങനെ കാമുകിമാരെ വഞ്ചിക്കുന്നവരുണ്ട്. കാമുകന്മാർ ലോകം തന്നെ ഒരു വഞ്ചനയാണല്ലോ, സ്വന്താണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുക. അപ്പോൾ സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടി. ആദ്യമായിട്ട് ഒരാൾ വന്നു. 3 കാളയാണ് ആ തൊയ്ത്തിലുള്ളത്. ശ്രദ്ധിക്കണേ, 3 കാളയാണ് ആ തൊയ്ത്തിലുള്ളത്. ഒന്നാമത്തെ കാള നല്ല ഉഷാറുള്ള കാളയാണ്. കാണുമ്പോൾ തന്നെ ഒന്ന് പേടിച്ചു പോകും. തൊഴുത്തിൻ്റെ ആ ഒരു ഗേറ്റ് തുറക്കേണ്ട താമസം വല്ലാതെ ശബ്ദത്തോടെ ഗർജിച്ചു കൊണ്ടത് ഒരൊറ്റ ചാട്ടം. അപ്പോൾ ഒന്നല്ല, ഇനിയുണ്ടല്ലോ 2 എണ്ണം, അടുത്തത് പിടിക്കുക എന്ന് വിചാരിച്ചിട്ട് ഒന്നാമത്തേത് ഒഴിവാക്കി. രണ്ടാമത്തേത് പടച്ചോനെ ഇതിനേക്കാളും സ്ട്രോങ് ആണ്, ഇനി ഒന്നും കൂടി ബാക്കിയുണ്ടല്ലോ, അതും പോയി. അവസാനം 3ാമത്തേതൊന്ന് നോക്കുമ്പോൾ ഒരു മെലിഞ്ഞ ചാവാലി പശു. ഇതെന്തായാലും ഞാൻ പിടിച്ചിട്ട് അടങ്ങും. പെണ്ണ് കിട്ടിയെന്ന് മനസ്സിലുറപ്പിച്ചു. ആ ചാവാലി പശു ഇങ്ങനെ ആടിപ്പാടി വരുമ്പോൾ ഒറ്റ ചാട്ടം ബാക്കിൽ. പക്ഷെ ബാക്കിൽ വാലില്ലാത്ത പശുവായിരുന്നത്. പിന്നീട് വാലില്ല. ഈ ഒരു പിതാവ് നോക്കിയത് എന്താ? അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നവനാണോ അല്ല പിന്നെ അടുത്തത് എന്ന് നോക്കി അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നവനാണോ യൂട്ടിലൈസ് ചെയ്യുന്ന ആളാണോ എന്നാണ് നോക്കിയത്. അപ്പം അതേപോലെ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടും, കിട്ടിയ അവസരങ്ങൾ മുതലെടുക്കണം. നെക്സ്റ്റ് പിന്നെ എന്ന് പറഞ്ഞാൽ സമയമാകുമ്പോൾ നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെട്ടു പോകും. 5 കാര്യം നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പേ, ആ വന്നാൽ നിങ്ങൾക്ക് പിന്നൊന്നും ചെയ്യാൻ പറ്റൂല. 5 കാര്യം നിങ്ങളിലേക്ക് വരുമെന്ന് ഉറപ്പാണ്. ശ്രദ്ധിക്കണം, പെണ്ണുങ്ങളും ആണുങ്ങളും ചെറുപ്പക്കാരും എല്ലാവരും ശ്രദ്ധിക്കണം. 5 കാര്യം നിങ്ങളിലേക്ക് വരുമെന്ന് ഉറപ്പാണ്. വന്നാൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. വരുന്നതിന് മുമ്പേ നിങ്ങൾ സൂക്ഷിക്കണം. മനസ്സിലായില്ല? 5 കാര്യം നിങ്ങളിലേക്ക് വരുമെന്നുറപ്പാണ്. വന്നാൽ പിന്നെ നിങ്ങൾക്ക് നന്മ ചെയ്യാനൊന്നും പറ്റൂല. വരുന്നതിന് മുമ്പേ ഇതിനെ സൂക്ഷിക്കണം. എന്തൊക്കെയാണ് 5 കാര്യം? ഒന്നാമത്തേത് ശബാബക ഖബ്ല ഹറമിക, നീ വൃദ്ധനാകുമെന്നുറപ്പാണ്. അല്ലേ? ഒരാൾക്ക് 75 വയസ്സ് വരെ നല്ല യുവാവായിട്ട് നടക്കാൻ പറ്റുമോ? ഒരു 75 വയസ്സ് വരെ ഞാൻ നല്ല ചെറുപ്പക്കാരനാണ്, ബുള്ളറ്റൊക്കെ എടുത്ത് കറങ്ങാൻ പറ്റുമോ? 500 cc 350 cc ഒക്കെ കഴിയുമോ? ഇല്ല, അത് മാക്സിമം ഒരു 50-60 വയസ്സ് വരെ. ശബാബക, നിന്റെ യുവത്വത്തെ നീ സൂക്ഷിക്കണം. നീ നന്മ ചെയ്യണം. ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ചെറുപ്പക്കാരാ നിങ്ങളിത് കേൾക്കണേ, ചെവി തുറന്ന് കേൾക്കണേ. നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനം എത്രത്തോളമാണെന്ന്. SKSSFന്റെയും SYSന്റെയും പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരോട്, ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ചെറുപ്പക്കാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനം എത്രത്തോളമാണ്. യുവത്വത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹു നൽകുന്ന സ്ഥാനം. യുവത്വം എന്ന് പറഞ്ഞാൽ, യൗവനം എന്ന് പറഞ്ഞാൽ 15 മുതൽ 40 വയസ്സ് വരെയാണ്. 40 വയസ്സ് വരെ ഒരാൾ യൗവനമാണ്. കല്യാണം കഴിക്കലോടുകൂടി വൃദ്ധനായില്ല. 30 വയസ്സായാൽ വൃദ്ധനായില്ല. 40 വയസ്സ് വരെ ഒരാൾ ഇസ്ലാം പറയുന്നത് യുവാവെന്നാണ്. അങ്ങനെ ആ ഒരു യൗവനത്തിൽ ഒരാൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് അള്ളാഹു നൽകുന്ന സ്ഥാനം. അതേപോലെ 60 വയസ്സിന് ശേഷം നന്മ ചെയ്യുന്ന ഒരു സൂഫി വര്യനായ ഒരാൾ പള്ളിയിലേക്ക് പോയി സദാസമയവും എല്ലാ സമയത്തും പള്ളിയിലാണ്. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലെത്തുന്നുണ്ട്. 4 റക്അത്ത് മുമ്പും ശേഷവും നിസ്കരിക്കുന്നുണ്ട്. ദിവസേന ഖുർആൻ ഓതുന്നുണ്ട്. തസ്ബീഹ് മാല കയ്യിൽ നിന്ന് വെക്കാറില്ല. ആരോടും ബടായി വിടാറില്ല. സദാസമയവും അള്ളാഹുവിനെ ആരാധിക്കുന്ന 60 കഴിഞ്ഞ ഒരാൾ, ശ്രദ്ധിക്കണം, 60 കഴിഞ്ഞ ഒരാൾ അഥവാ വയസ്സായ ഒരാൾ സദാസമയത്തും അള്ളാഹുവിനെ ആരാധിച്ച് സുജൂദിലായി, നിസ്കാരത്തിലായി, പ്രാർത്ഥനകളിലായി, ദിക്റിലായി മുഴങ്ങിയ ഒരു വയസ്സനായ ഒരാൾ,
അതേപോലെ നല്ല ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെയും ഇടയിലുള്ള വ്യത്യാസം അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, കഫളിൽ മുർസലീന അലാ സായിരിൻ നാസ്. അമ്പിയാക്കളുടെയും ഒരു സാധാ മനുഷ്യന്റെയും ഇടയിലുള്ള വ്യത്യാസമാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്ന ചെറുപ്പക്കാരൻ അവൻ ഒരു പ്രവാചകനാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു വൃദ്ധൻ പ്രവാചകന്മാർക്ക് സമാനമല്ല, അവനൊരു സാധാ മനുഷ്യനാണ്. പ്രവാചകന്റെയും മനുഷ്യനിൽ എത്ര വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വലാത്ത് ചൊല്ലണേ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി ആ നബിയും ഞങ്ങളും ഞാനും നമ്മളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. നബിയും നമ്മളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ആലോചിക്കാൻ വേണ്ടി പറയാൻ. അള്ളാഹുവിന്റെ ഹബീബും നമ്മളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ? വ്യത്യാസമൊന്നുമില്ലേ? ഇല്ല, നിങ്ങൾ ഇഷ്ടം കാണുമ്പോൾ വ്യത്യാസമുണ്ട്. നമ്മളും നബീനേക്കാൾ ഉഷാറെന്നൊന്നും തോന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിനേക്കാൾ നമ്മൾ എത്രത്തോളം വ്യത്യാസമുണ്ടോ അത്രത്തോളം വ്യത്യാസമുണ്ട് ഒരാൾ യൗവനത്തിൽ നന്മ ചെയ്യാതെ വാർദ്ധക്യത്തിൽ 60 വയസ്സിന് ശേഷം നന്മ ചെയ്യുന്നത്. 40 വയസ്സ് വരെ അള്ളാഹുവിന്റെ ആരാധനയിൽ മുഴുകിയ ഒരു ചെറുപ്പക്കാരൻ പ്രവാചകന്മാർക്ക് സമാനമാണെങ്കിൽ 60 വയസ്സിന് ശേഷം നന്നായ ഒരാൾക്ക് അത്രത്തോളം സ്ഥാനമില്ല. അവന്റെ നന്മയും ചെറുപ്പക്കാരന്റെ നന്മയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ എന്ത് വേണം? 5 കാര്യം നിനക്ക് വരുമെന്ന് ഉറപ്പാണ്. ചെറുപ്പക്കാരികളെ, ചെറുപ്പക്കാരാ എന്ന് വിളിക്കുമ്പോ പെണ്ണുങ്ങൾ ഒഴിവല്ല. നിങ്ങളോടും നിങ്ങൾക്കൊരു 10 വയസ്സായാൽ നിങ്ങളുടെ ആ ഒരു പ്യൂബേർട്ടി മുതൽ നിങ്ങൾക്ക് പ്രായപൂർത്തി എത്തിയത് മുതൽ 40 വയസ്സ് വരെ നിങ്ങൾ യുവതികളാണ്. വലിയ സന്തോഷമായിരിക്കും അല്ലേ? 40 വയസ്സായിട്ട് യുവതി എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ ഞാൻ യുവതിയാണല്ലോ എന്ന് ചിന്തായിരിക്കും പെണ്ണുങ്ങൾക്ക്. എത്ര വയസ്സായാലും വയസ്സ് കുറച്ചിട്ടല്ലാതെ പെണ്ണുങ്ങൾ പറയൂല. അതിലിപ്പോൾ എന്താ കാര്യം എന്ന് ഞാൻ ആലോചിക്കും. എത്ര കുറച്ചാലും മരിക്കേണ്ട സമയത്ത് മരിക്കണ്ടേ? വയസ്സ് കൂടി എന്ന് പറഞ്ഞാൽ പിന്നെ വിഷമാണ്. ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളൊരു കിഴവിൻ്റെ ലുക്ക് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു, പിന്നെ തീർന്നു. പിന്നെ ആരോടും മുണ്ടില്ല, കണ്ടാൽ മെയിൻറ്റെയിൻ ചെയ്യില്ല. പെണ്ണുങ്ങളോടും പറയാനുള്ളത്, നിങ്ങളുടെ 10 വയസ്സ് മുതൽ പ്രായപൂർത്തിയെത്തിയത് മുതൽ 40 വയസ്സ് വരെ നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ വാർദ്ധക്യം വരുന്നതിന് മുമ്പേ നന്മ ചെയ്യണം. കാരണം ജിബ്രീൽ, മറ്റൊരു ഹദീസ് കേൾക്കൂ, മറ്റൊരു ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യുഅ്മറുൽ ഹാഫിളാൻ, നന്മയും തിന്മയും എഴുതി വെക്കുന്ന 2 മലക്കുകളുണ്ട്, റഖീബും അതീദും. നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റഖീബുൻ അതീദ്, നന്മയും തിന്മയും എഴുതി വെക്കുന്ന ഒരു മനുഷ്യന്റെ ചലനങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റഖീബിനോടും അതീദിനോടും അല്ലാഹു പറയുമത്രേ, അനിർഫഖാ ബിഅബ്ദി മിൻ ഹദാസതി സിന്നിഹി ഹത്താ ഇദാ ബലഗൽ 40 ഖീല ഹഫളാ. 40 വയസ്സ് വരെ ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോ ഒരു എക്സ്ക്യൂസ് കൊടുക്ക്, യുവാവല്ലേ, അങ്ങനെ പറയത്രേ അല്ലാഹു. 40 വയസ്സ് വരെ കേൾക്കണം. സംസാരിച്ച സമയം കളയല്ല, സംസാരിച്ച ശ്രദ്ധ കൈവിടരുത്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയാണ്, 40 വയസ്സ് വരെയുള്ള ഒരു പെണ്ണോ ഒരു ആണോ ഒരു തെറ്റ് ചെയ്യുമ്പോ അള്ളാഹു റഖീബിനോടും അതീദിനോടും പറയുമത്രേ, അനിർഫഖ, ഒന്ന് എക്സ്ക്യൂസ് കൊടുക്ക്, അവന് ചെറുപ്പല്ലേ, യുവത്വല്ലേ. അങ്ങനെ 40 വയസ്സ് കഴിഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞിട്ടും ഒരാൾ തെറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു എക്സ്ക്യൂസും അവന് കൊടുക്കണ്ട, ഒരു ഇളവും അവന് കൊടുക്കണ്ട. അവനുന്ന സകലമാന കോപ്രാട്ടിത്തരങ്ങളും അതേപോലെ എഴുതി വെക്കണമെന്ന് അല്ലാഹു മലക്കിനോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോ, ഈ ഹദീസ് പറയുമ്പോ മഹാനായ റാവി പൊട്ടി കരയുമായിരുന്നു. 40 വയസ്സ് കഴിഞ്ഞ റാവിയാണ്, 40 വയസ്സ് കഴിഞ്ഞ സ്വഹാബിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ അദ്ദേഹം കരയുമായിരുന്നു. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എക്സ്ക്യൂസ് ഇല്ല, പിന്നെ ഇളവില്ല. പിന്നെ നിങ്ങൾ വീണ്ടും തെറ്റ് തന്നെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. വീണ്ടും തെറ്റിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ 40 വയസ്സ് വരെ നമ്മൾക്ക് ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞു നോക്കാം.
അല്ലാഹുവേ ഞാൻ ചെറുപ്പക്കാരനല്ലേ, ഞാൻ ചെറുപ്പക്കാരിയല്ലേ, ഒന്നെനിക്ക് വിട്ടു തന്നൂടെ, ഒന്നെനിക്ക് അളവ് തന്നൂടെ എന്ന് ചോദിക്കുമ്പോ അള്ളാഹു നമ്മോട് മയം കാണിക്കും. പക്ഷേ 40 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും തെറ്റാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു എക്സ്ക്യൂസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തിന്മകൾ ആവർത്തിക്കപ്പെടരുത്. 40 വയസ്സ് കഴിഞ്ഞിട്ടും സിനിമയുടെയും സീരിയലിന്റെയും മുമ്പിലിരിക്കരുത്. തസ്ബീഹ് മാലയ്ക്ക് പകരം നമ്മുടെ ടിവിയുടെ റിമോട്ട് മാറ്റി കളിക്കരുത്. എന്റെ ചെറുസന്മാരായ രക്ഷിതാക്കളോട് പറയുകയാണ്, ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ. അല്ലാഹു ഒരാൾ നല്ലവനാണോ ചീത്തയാണോ എന്ന് ആലോചിക്കുന്നത്, അല്ലാഹു തീരുമാനിക്കുന്നത് അയാളുടെ അവസാനത്തെ അമലുകൾ നോക്കിയിട്ടാണ്. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ. ഒരാൾ നല്ലവനാണോ ചീത്തയാണോ എന്ന് അല്ലാഹു തീരുമാനിക്കുന്നത്, അല്ലാഹുവിന്റെ കോടതി വിധി എഴുതുന്നത് അയാൾ അവസാനമായി എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ട് 60 വയസ്സുവരെ നന്മകളെല്ലാം ചെയ്തിട്ട് 60 വയസ്സാകുമ്പോഴാണ് വീട്ടിലേക്ക് ഒരു ടി വി എത്തുന്നത്. പിന്നെ ടിവിയുടെ മുന്നിൽ ചടഞ്ഞിരിക്കുന്ന എന്റെ വൃദ്ധമാരായ ഉപ്പമാരോട്, വൃദ്ധകളായ ഉമ്മമാരോട് പറയാനുള്ളത്, ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളൊക്കെ നന്മയിൽ ചെലവഴിച്ച് അവസാനം മരിക്കാൻ കിടക്കുമ്പോ ടിവിയുടെ റിമോട്ട് പിടിച്ച് സീരിയലും സിനിമയും കണ്ട് മരിക്കുന്ന ഒരു ദുർഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. പ്രത്യേകമായി 40 കഴിഞ്ഞ ആളുകളോട് പറയാനുള്ളത്, 40 കഴിഞ്ഞിട്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ പേടിക്കേണ്ടതുണ്ട്. ഒരു 40 വയസ്സ് വരെയൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയേക്കാം. 40 കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങളല്ല, ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനല്ല പറയുന്നത്. അറിയാതെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മനുഷ്യൻ തെറ്റുകാരാണ്, തെറ്റ് ചെയ്യുന്നവനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്ത ആളുകളായി ആരുമില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം തെറ്റ് ചെയ്യാത്ത ഒരാളും ഇവിടെ കടന്നു വന്നിട്ടുമില്ല. അറിയാതെ വന്നു പോകുന്ന പാപങ്ങളെ കുറിച്ചല്ല, അനിയന്ത്രിതമായി വരുന്ന പാപങ്ങളെ കുറിച്ചല്ല, ിട്ടും അള്ളാഹുവിനോടുള്ള വെല്ലുവിളിയായി ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാതെ വീണ്ടും 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 തെറ്റുകളിൽ ആവർത്തിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവ് തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, മൻ അതാ അലൈഹിൽ 40 സന. ഒരാൾക്ക് 40 വയസ്സായി, 40 വയസ്സ് കഴിഞ്ഞവരാൽ ഫലം യഗ്ലിബ് ഖൈറുഹു ശർറഹു, എന്നിട്ട് നന്മയെക്കാളും കൂടുതൽ തിന്മയാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ, എനിക്കറിയാം ഈ സദസ്സിൽ കാണുന്നവരിൽ ഭൂരിഭാഗവും 40 കഴിഞ്ഞ ആളുകളാണ്. ഈ സദസ്സിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും 40 കഴിഞ്ഞ ആളുകളാണ്. ശ്രദ്ധയോടെ കാത് തുറന്ന് ചെവി തുറന്ന് ഇവിടെ തന്നെ വേണം, ഇവിടെ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണിത്. മൻ അതാ അലൈഹിൽ 40 സന, 40 വയസ്സ് ഒരാൾക്കായാൽ, ഒരാൾ 40 വയസ്സുകാരനായാൽ ഫലം യഗ്ലിബ് ഖൈറുഹു ശർറഹു, എന്നിട്ടും അയാൾ നന്മയല്ല, അയാളുടെ തിന്മയാണ് നന്മയെക്കാളും കൂടുതലെങ്കിൽ, 40 കഴിഞ്ഞിട്ടും നന്മയെക്കാളും കൂടുതൽ തിന്മയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ, സുബ്ഹാനല്ലാഹ് ഫല്യതജഹസ് ഇലന്നാർ, നരകത്തിലേക്ക് അയാൾ ഒരുങ്ങിക്കൊള്ളട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 40 വയസ്സ് കഴിഞ്ഞിട്ടും നന്മയെക്കാളും കൂടുതൽ തിന്മയാണ് ജീവിതത്തിൽ വരുന്നതെങ്കിൽ ഫല്യതജഹസ് ഇലന്നാർ, നരകത്തിലേക്ക് അയാൾ ഒരുങ്ങിക്കൊള്ളട്ടെ, നരകം അയാളെ കാത്തിരിക്കുകയാണെന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. എന്താണ് എന്റെയും നിങ്ങളുടെയും അവസ്ഥ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു ഖബ്ല അൻ തുഹാസബു, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു വിചാരണ വേണം. എല്ലാ ദിവസവും പ്രത്യേകിച്ചിട്ട് 40 കഴിഞ്ഞ ആളുകൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, ഇന്ന് വഅദ് കഴിഞ്ഞ് നമ്മുടെ മുറിയിലേക്ക് ചെന്ന് ബാത്റൂമിൽ ചെന്ന് വുളൂ ചെയ്തിട്ട് പല്ല് തേച്ചിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മുടെ ബെഡിൽ കിടന്നിട്ട് ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇന്നംസക്ത
നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ എന്നുള്ള ദിക്ർ ചൊല്ലി രണ്ട് കാലും നീട്ടി കൈ നീട്ടി കിടന്നുറങ്ങുമ്പോ ഒരു വിചാരണ നടത്തണേ എന്റെ സഹോദരങ്ങളെ. ഇന്ന് സുബഹി മുതൽ മഗ്രിബ് വരെ നന്മയാണോ തിന്മയാണോ ഞാൻ കൂടുതൽ ചെയ്തത്? നന്മയാണോ തിന്മയാണോ ഞാൻ കൂടുതൽ ചെയ്തത്? തിന്മയാണെങ്കിൽ നാളെ മുതൽ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവണം. തിന്മയാണെങ്കിൽ ഒരു ചേഞ്ച് വരാതെ രക്ഷപ്പെടാൻ പറ്റൂല. നരകത്തിലേക്ക് ഒരുങ്ങിക്കൊള്ളാനാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ വയസ്സ് കഴിഞ്ഞ 40 കഴിഞ്ഞ എല്ലാ ആളുകളോടും പറയാനുള്ളത്, എന്ന് വിചാരിച്ച ചെറുപ്പക്കാര് വേണ്ട എന്നല്ല. ഒരു ദിവസം ഒരു 100 ഇസ്തിഗ്ഫാർ ചെല്ലാതെ കിടന്നുറങ്ങല്ല. ഒരു ദിവസം ഒരു 100 സ്വലാത്ത് ചെല്ലാതെ കിടന്നുറങ്ങല്ല. ഒരു 100 സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പാപങ്ങളാണ് അള്ളാഹു പുറത്തു തരുന്നത്. നമ്മൾ അറിയാതെ ചെയ്തത്, അറിഞ്ഞു ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്. ഒരു സ്വലാത്തിന് 10 തിന്മകൾ അള്ളാഹു മായ്ച്ചു കളഞ്ഞാൽ 100 സ്വലാത്തിന് അള്ളാഹു ആയിരക്കണക്കിന് പാപങ്ങളാണ് പുറത്തു തരുന്നത്. അതേപോലെ ഒരു 100 ഇസ്തിഗ്ഫാർ ചെല്ലാതെ ഒരാളും ഒരു ദിവസം പോലും ചെലവഴിക്കാൻ പാടില്ല. കഴിയുമെങ്കിൽ സുബഹിയുടെയും മഗ്രിബിന്റെയും ഇടയിൽ 100 തവണ, സുബഹിയുടെയും മഗ്രിബിന്റെയും ഇടയിൽ 100 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്രിബിന്റെയും സുബഹിയുടെയും ഇടയിൽ ഒരു 100 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ രാവിലെയും പകലിലുമായിട്ട് 200 ഇസ്തിഗ്ഫാർ ചൊല്ലാതെ, 200 സ്വലാത്ത് ചൊല്ലാതെ ഒരു ദിവസം പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല എന്റെ സുഹൃത്തുക്കളെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെയാണ് നാളേക്ക് വേണ്ടി നമ്മൾ എടുത്തു വെക്കുന്നത്. ഇതൊക്കെയാണ് ഖബറിലേക്ക് വേണ്ടി നമ്മൾ എടുത്തു വെക്കുന്നത്. ഇതൊക്കെയാണ് മഹ്ശറയിലേക്ക് വേണ്ടി നമ്മൾ എടുത്തു വെക്കുന്നത്. ഇതല്ലാതെ പിന്നെ എന്താണ് നാളെ നമ്മൾക്ക് ഉപകരിക്കുക? ഇവിടെ പത്രങ്ങൾ വായിച്ചത് ഉപകരിക്കുമോ? ഇവിടെ വാട്സപ്പ് വായിച്ചത്, ഫേസ്ബുക്ക് വായിച്ചത്, ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തത്, ഡിലീറ്റ് ചെയ്തത്, ഷെയർ ചെയ്തത്, പീഡികത്തിന് ഇരുന്നിട്ട് സൊറ പറഞ്ഞത്, ഗീബത്ത് പറഞ്ഞത്, സിനിമ കണ്ടത്, കളി കണ്ടത് എന്നും നാളെ ആഖിറത്തിൽ ഉപകരിക്കൂല. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ. നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ മക്കളും ഉപകരിക്കാത്തൊരു കാലം വരാനുണ്ട്. നമ്മുടെ മക്കളെ കൊണ്ടുവരെ ഉപകരിക്കാത്തൊരു കാലം വരാനുണ്ട്. ഇവിടെ കെട്ടിപ്പടുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ ഉപകരിക്കാത്തൊരു കാലം നമ്മളിലേക്ക് വരാനുണ്ട്. ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ദിവസം 100 ഇസ്തിഗ്ഫാർ പകലിൽ, 100 ഇസ്തിഗ്ഫാർ രാത്രിയിൽ, 100 സ്വലാത്ത് പകലിൽ, 100 സ്വലാത്ത് രാത്രിയിൽ ചെല്ലാതെ കിടന്നുറങ്ങരുത്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹത്തോടെ, അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള പൂർണ്ണമായ സ്നേഹത്തോടെ ഒരു 100 സ്വലാത്ത് ദിവസം നമ്മൾക്ക് ചെല്ലാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നാളെ ശഫാഅത്ത് ചെയ്യാൻ, രക്ഷപ്പെടുത്താൻ ഹബീബ് തന്നെ മുമ്പന്തിയിലുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു വൃദ്ധനായ ശൈഖുൻ കബീർ, അഥവാ 70, 80, 90 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധനായ മനുഷ്യനാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. ശക്തമായ ചൂടുള്ള പകലുകളിൽ മക്കയിലെ, അറേബ്യയിലെ, ഗൾഫ് രാജ്യങ്ങളിലെ, സൗദിയിലെ, മദീനയിലെ ചൂട് നമ്മൾക്ക് പരിചയമുണ്ടല്ലോ. ഉംറക്ക് പോയവരും ഹജ്ജിന് പോയവരും ജോലിക്ക് പോയവർക്കും അറിയാം. ഗൾഫ് രാജ്യങ്ങളിലുള്ള ചൂടിന്റെ കഥകൾ നമ്മൾക്കറിയാം. ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ എല്ലാ പകലുകളും, ശക്തമായ ചൂടുള്ള പകലുകളിൽ മഹാനായ വൃദ്ധനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നോമ്പെടുക്കുന്നത് കണ്ടപ്പോഴാണ് പല ആളുകളും ചോദിച്ചത്, അൻത ശൈഖുൻ കബീർ യസൂമു തസൂമു ഫിൽ ഹർരി, ഈ ചൂടുകാലത്ത് എന്തിനാണ് ഇങ്ങനെ നോമ്പെടുക്കുന്നത്? ഒന്ന് വിശ്രമിച്ചുകൂടെ? എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒന്ന് വിശ്രമിച്ചുകൂടെ എന്ന് മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇതിൽ യൗമിൻ തവീൽ, ലിയൗമിൻ തവീൽ ഇന്നി ഉഇദ്ദു, ഞാൻ ഈ നോമ്പിനെ എടുത്തു വെക്കുന്നത്, ഈ നോമ്പെടുക്കാനുള്ള കാരണം നാളെ വലിയൊരു ദിവസം വരാനുണ്ട്, നീണ്ട ഒരു ദിവസം വരാനുണ്ട്. ഏതാണ് ആ നീണ്ട ദിവസം? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, അവിടുത്തെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്.
ഇവിടത്തെ 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് അവിടുത്തെ ഒരു ദിവസം. ഇവിടെ 60 വയസ്സാകുമ്പോഴേക്കും ആളുകൾ പറയാൻ തുടങ്ങി, സഇംതു തകാലിഫൽ ഹയാതി വമൻ യഇഷ് 80 ഹൗലൻ ലാ അബാലക യസ്അമീ. മടുത്തുപോയി 80 വയസ്സായി, 60 വയസ്സായി, ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ കണ്ടിട്ട് ഞാൻ മടുത്തുപോയി, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കണ്ട് ഞാൻ മടുത്തുപോയി. സഇംതു തകാലിഫൽ ഹയാതി വമൻ യഇഷ് 80 ഹൗലൻ ലാ അബാലക യസ്അമീ. 80 വർഷം ഇവിടെ ജീവിച്ചാൽ ആരാണ് മടുക്കാത്തത്? മടുക്കാത്തവനുണ്ട്. സുഖങ്ങളുടെ പറുദീസയിൽ ജീവിച്ചാൽ ആരോഗ്യമുണ്ടെങ്കിൽ അവൻ മടുക്കൂല. ആരോഗ്യമുണ്ടെങ്കിൽ ഒരാൾക്കും ഇവിടെ ജീവിച്ച് മടുക്കൂല. 100 വയസ്സായി 25കാരന്റെ യുവത്വമാണെങ്കിൽ ആരെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുമോ? ഇല്ല, ഒരാളും മരിക്കാൻ ആഗ്രഹിക്കൂല. സമ്പത്തുണ്ട്, മനോഹരമായ വീടുണ്ട്, മനോഹരമായ വാഹനങ്ങളുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്, ഒരു ദിവസത്തെ വരുമാനം ലക്ഷങ്ങളാണ്. എന്നിട്ടും ഒരു 80 വയസ്സായാ പിന്നെ നടക്കാൻ പറ്റുന്നില്ല, പിന്നെ അനങ്ങാൻ പറ്റുന്നില്ല, എണീറ്റാൽ ഇരിക്കാൻ പറ്റുന്നില്ല, ഇരുന്നാൽ എണീക്കാൻ പറ്റുന്നില്ല, കിടന്ന കിടപ്പിലാണ്. മന്ത്ര മുതലുണ്ടായിട്ടെന്ത് കാര്യം? എത്ര വലിയ വാഹനങ്ങൾ ഉണ്ടായിട്ടെന്ത് കാര്യം? എത്ര വലിയ സ്ക്വയർ ഫീറ്റ് വീടുകൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? അയാൾ ആഗ്രഹിക്കുന്നത് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. മരുന്ന് കുടിച്ചു മടുത്തുപോയല്ലോ, മരുന്ന് കുടിച്ചു മടുത്തുപോയല്ലോ, ബെഡിൽ കിടന്ന് കാഷ്ടിച്ച് മടുത്തുപോയല്ലോ. അല്ലാഹുവേ എന്നെ കൊണ്ടുപോകണേ എന്ന് ആഗ്രഹിക്കുകയാണ്. ആരാണ് മടുക്കാത്തത്? യുവത്വമില്ലാതെ വാർദ്ധക്യത്തിലെത്തുമ്പോ എല്ലാവരും മടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് 80 വർഷം ഇവിടെ ജീവിച്ച് തണലിൽ ഇവിടെ വിശ്രമിക്കാൻ ശീതീകരിച്ച മുറികളുണ്ടായി, വാഹനങ്ങളുണ്ടായി, എല്ലാ സുഖങ്ങളും ആസ്വദിക്കാനുണ്ടായിട്ട് ഒരാൾക്ക് ഇവിടെ മടുക്കുമെങ്കിൽ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 50,000 വർഷത്തിന്റെ ദൈർഘ്യം. ഒരു ചാൻ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് നഗ്നരായി വിവസ്ത്രരായി വിയർത്ത് കുളിക്കുമ്പോ എങ്ങനെയാണ് ആ ദിവസത്തിൽ രക്ഷപ്പെടുന്നത്? അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ചുട്ടുപൊള്ളുന്ന പകലിൽ ഞാൻ ദാഹിച്ചവശനായിട്ട് ഈ വാർദ്ധക്യത്തിൽ നോമ്പെടുക്കുന്നത് എന്ന് മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. എന്തുണ്ടാക്കി നമ്മൾ? മക്കൾക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടി എന്നല്ലാതെ എന്തുണ്ടാക്കി നമ്മൾ? ആഖിറത്തിലേക്ക്, ഖബറിലേക്ക് എന്താണ് ഉണ്ടാക്കി വെച്ചത്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തോളൂ, ഖബറിൽ രക്ഷപ്പെടാമെന്ന്. ആരാണ് ഒരുക്കി വെച്ചത്? പെണ്ണുങ്ങളെ, എവിടെയാണ് ഓതാൻ സമയം? വാട്സപ്പ് നോക്കിയിട്ട് തന്നെ തീരുന്നില്ല ഉസ്താദേ, ഈ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് തന്നെ വായിച്ചിട്ട് തീരുന്നില്ല. പിന്നെ എപ്പോഴാണ് സൂറത്തുൽ മുൽക്കൊക്കെ പാരായണം ചെയ്യുന്നത്? എപ്പോഴാണ് ഈ സൂറത്തുൽ മുൽക്കൊക്കെ പാരായണം ചെയ്യുന്നത്? പരിശുദ്ധ ഹബീബ് നൽകിയ ഓഫറാണിത്. രക്ഷപ്പെടും ഖബറിലെന്ന് ഉറപ്പ് തന്നെയാണ്. മഗ്രിബ് നിസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ച് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടി വന്നു സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യൂ. ഖബർ രക്ഷപ്പെട്ടാൽ ആ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ പേടിക്കാനില്ല. ഉസ്മാൻ തങ്ങൾ കരഞ്ഞതും ഖബർ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞതും എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവ്വലു ബൈത്തിൻ, ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലമാണത്, ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലമാണത്. അവിടെ വിജയിച്ചാൽ പിന്നെ എനിക്ക് പേടിക്കാനില്ല. അവിടെ തോറ്റുപോയാൽ പിന്നെ എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. ഖബർ കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം കഷ്ടമാണ്, പിന്നെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂല. ഖബർ കഴിഞ്ഞാൽ പിന്നെ ഇതിനേക്കാളും വലിയ അപകടമാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ടാണ് ഖബർ കാണുമ്പോൾ ഞാൻ കരയുന്നത്. കരയേണ്ട. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സൂറത്തുൽ മുൽക്ക് ചെറുപ്പക്കാരെ രക്ഷപ്പെടണ്ടേ? ഖബറിൽ പോവാതിരിക്കാൻ ആർക്കെങ്കിലും ഇവിടെ കഴിയുമോ? മരിക്കാതിരിക്കാൻ പലരും പല അടവുകൾ നോക്കി. ഇവിടെ മരിക്കാതിരിക്കാൻ ഒരാൾക്കും കഴിഞ്ഞില്ല. മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ പലരും വസിയത്ത് ചെയ്തു, എന്റെ ശരീരം മറമാടരുത്. ക്രയോജനിക്സ് എന്ന സംവിധാനം
എന്നെ മരിച്ചു കഴിഞ്ഞാൽ കെമിക്കലുകൾ ഉപയോഗിച്ച്, രാസവസ്തുക്കൾ ഉപയോഗിച്ച് എന്റെ ഡെഡ് ബോഡിയെ നിങ്ങൾ സൂക്ഷിക്കണം, ഒരു പെട്ടിയിലാക്കി. ഖബറിൽ മറമാടരുത്, ശ്മശാനത്തിൽ വെക്കരുത്, ഭസ്മമാക്കി നിങ്ങൾ കത്തിച്ച് ജീർണിപ്പിച്ച് കളയരുത്. എന്തിനെന്നറിയോ? ഇനി വരാനിരിക്കുന്ന ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് ഏതെങ്കിലും വൈദ്യശാസ്ത്രത്തിന് മരിച്ചുപോയ ആളുകൾക്ക് രണ്ടാമത് ആത്മാവ് നൽകാനും രണ്ടാമത് ജീവിപ്പിക്കാനും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങളെ മറമാടരുത് എന്ന് പറഞ്ഞ് മരിക്കുമ്പോൾ വസിയ്യത്ത് ചെയ്യുന്ന സംവിധാനം ഇന്നും നമ്മുടെ ലോകത്തുണ്ട് മുഅ്മിനീങ്ങളെ. പക്ഷെ മരിക്കാതിരിക്കാൻ കഴിയൂല. മരിച്ചാൽ ഖബറിൽ പോവാതെ രക്ഷയില്ല. രക്ഷപ്പെടാൻ വേണ്ടി ഇന്നത്തെ വിലപ്പെട്ട 5 സെക്കൻഡ്, വിലപ്പെട്ട 5 മിനിറ്റ് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് ഓതാൻ എന്റെ ചെറുപ്പക്കാരാ ഉപയോഗിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നാളെ മഹ്ശറിലെത്തുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം നുഅമ്മിരുകും മാ യതദക്കറു ഫീഹി മാ തദക്കർ വജാഅകുമുൻ നദീർ. അവലം നുഅമ്മിരുകും, ഞാൻ നിങ്ങൾക്ക് വയസ്സ് തന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ. മാ യതദക്കറു ഫീഹി മാ തദക്കർ, നന്നാവേണ്ടവർക്ക് നന്നാവാനുള്ള അവസരം ഞാൻ തന്നിട്ടില്ലേ. നിങ്ങളെ ഞാൻ പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പേ കൊണ്ടുപോയി നന്മ ചെയ്യാത്തതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ ശിക്ഷിച്ചിട്ടില്ലല്ലോ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന ചാപ്പിള്ളയായി മരിച്ചുപോയി എന്നിട്ട് അമൽ ചെയ്യാത്തതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ ശിക്ഷിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഞാൻ ജീവിക്കാൻ അവസരം തന്നു. 25 വയസ്സുവരെ ആയുസ് തന്നു, 40 വയസ്സുവരെ ആയുസ് തന്നു, 60ഉം 70ഉം 80ഉം കഴിഞ്ഞു. ആഫിയത്ത് നൽകി, ആരോഗ്യം നൽകി, എല്ലാം ഞാൻ നൽകി. എന്തിനാണ് വയസ്സ് തന്നത്? മാ യതദക്കറു ഫീഹി മാ തദക്കർ, ആലോചിക്കേണ്ടവർക്ക് ആലോചിച്ച് നന്നാവാൻ, പഠിക്കേണ്ടവർക്ക് പഠിച്ചു നന്നാവാൻ, ഉപദേശം സിദ്ധിക്കേണ്ടവർക്ക് ഉപദേശം കേട്ട് നന്നാവാൻ. വജാഅകുമുൻ നദീർ, ഇടയ്ക്കിടെ ഉപദേശകന്മാര് വന്നിട്ടില്ലേ? ഇടയ്ക്കിടെ മതവിജ്ഞാന രാവുകൾ ഉണ്ടാവാറില്ലേ? ഇടയ്ക്കിടെ മതവിജ്ഞാന സദസ്സുകൾ ഉണ്ടാവാറില്ലേ? ഇടയ്ക്കിടെ വാളുകൾ സംഘടിപ്പിക്കാറില്ലേ? ജുമുഅത്തോറും പള്ളിയുടെ ഉസ്താദ് മുന്നറിയിപ്പ് നൽകാറില്ലേ? ഇത്രയൊക്കെ മുന്നറിയിപ്പുകാർ വന്നിട്ട് മുന്നറിയിപ്പ് നൽകി നന്നാവാനുള്ള അവസരം പിന്നെയും വീണ്ടും വീണ്ടും ഞാൻ തന്നിട്ടും നിങ്ങൾക്ക് നന്നാവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഫദൂഖൂ ഫമാ ലിൽസാലിമീന മിൻ നസീർ, അനുഭവിച്ചോ. ഇന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരാളുമില്ല. അനുഭവിച്ചോ, ഇന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരാളില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വക്കറ്റ് വരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, കാരക്കയുടെ ഒരു കഷ്ണം കൊടുത്തെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ശബാബക ഖബല ഹറമിക, നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വം നീ ഉപയോഗിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വാർദ്ധക്യം വന്നാ പിന്നെ യുവത്വം കിട്ടൂല. അലാ ലൈത ശബാബ യഊദു യൗമ സനുഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. എൻ്റെ വാർദ്ധക്യത്തിലാണ് ഞാൻ, എൻ്റെ യുവത്വം എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ ഈ വാർദ്ധക്യത്തിൽ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എൻ്റെ യുവത്വത്തോട് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന് ഒരു കവി പാടിയത് വ്യാമോഹമാണ്. വാർദ്ധക്യത്തിലെത്തിയ ഒരാൾക്ക് യുവത്വത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂല. ഇന്നാ ലനഫറഹു ബിൽ അയ്യാമി നഖ്തഉഹാ وكل يوم مضى يدني من الأجل وكل يوم مضى يدني من الأجل. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും നമ്മൾ സന്തുഷ്ടരാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നിങ്ങൾ ഖബറിലേക്ക് അടുക്കുകയാണെന്ന്? ഓരോ ബർത്ത്ഡേകൾ വരുമ്പോഴേക്കും കേക്ക് മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്യാറുണ്ട് അല്ലേ? കേക്ക് മുറിച്ച് മുഖത്തേക്ക് പുരട്ടാറുണ്ടല്ലോ പെൺകുട്ടികളെ അല്ലേ? സ്കൂളിലും ക്യാമ്പസിലും നാട്ടിലും വീട്ടിലും മദ്രസയിലും ഒക്കെയായി 18 വയസ്സായപ്പോ കേക്ക് കൊണ്ടുവന്ന് മുഖത്തേക്ക് ഉരച്ചത്, മുഖത്തേക്ക് തേച്ചത്, മുഖത്തേക്ക് പുരട്ടിയത് ചെറുപ്പക്കാരാ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ.
സന്തോഷിക്കാനല്ല സമയം. ആ സമയത്തെങ്ങാനും നീ ആലോചിച്ചിരുന്നെങ്കിൽ എൻ്റെ ഈ വയസ്സ് ഖബറിലേക്ക് ഒരു വർഷത്തേക്ക് കൂടി ഞാൻ അടുത്തിരിക്കുകയാണ്, മരണത്തോട് ഞാൻ ഒരു വർഷം കൂടി അടുത്തിരിക്കുകയാണെന്ന് ഓർക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കേക്ക് പുരട്ടാൻ കഴിയുന്നത്? എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ആഹ്ലാദിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിന്റെ ദിവസങ്ങൾ ഓരോന്ന് കൊഴിഞ്ഞു പോകും തോറും നീ ഖബറിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. قبل اليوم مجتهدا فإنما الذبح والخسران بالعمل. അതുകൊണ്ട് നീ അധ്വാനിക്കന്റെ ചെറുപ്പക്കാരാ, അധ്വാനിക്കന്റെ സുഹൃത്തുക്കളെ, فإنما الذبح والخسران بالعمل. തോൽക്കുന്നതും വിജയിക്കുന്നതും അമൽ കൊണ്ടാണ്. നാളെ വിജയിക്കുന്നതും തോൽക്കുന്നതും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. നന്മ ചെയ്താൽ വിജയിക്കുക, തിന്മ ചെയ്താൽ തോൽവി ഉറപ്പ് തന്നെയാണ്. തിന്മ ചെയ്താൽ തോൽവി ഉറപ്പ് തന്നെയാണ്. അല്ലാഹു കാക്കട്ടെ. എപ്പോഴും ഒരു തോൽവി, എപ്പോഴും ഒരു തിന്മയെക്കാളും കൂടുതൽ നന്മ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്റെ സഹോദര. ഉറങ്ങാൻ കിടക്കുന്നതിനും ഒരു കാൽക്കുലേഷൻ നടത്തി, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു വിചാരണ നടത്തി, ഇന്ന് നന്മയാണോ തിന്മയാണോ എന്നൊരു കണക്കെടുപ്പ് നടത്തി. തിന്മയാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പേ ആ തിന്മയെക്കാളും കൂടുതൽ നന്മ ചെയ്തിട്ട് മരിക്കാൻ, കിടന്നുറങ്ങാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു തെറ്റു ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യണം സുഹൃത്തുക്കളെ. ഒരു തെറ്റു ചെയ്താൽ ഒരു നന്മ ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. അങ്ങനെ തെറ്റിന്റെ ഉടനെ ഒരു നന്മ ചെയ്താൽ നീ ചെയ്ത തെറ്റിനെ ഈ ഒരു നന്മ മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പോകുന്ന വഴിയിൽ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോ ശരീരത്തിന്റെ, കണ്ണിന്റെ, മനസ്സിന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ ആ പെണ്ണിന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചു പോയി അറിയാതെ. പെട്ടെന്നാണ് അള്ളാഹുവിനെ ഓർമ്മ വന്നത്. അള്ളാഹുവേ, ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ഞാൻ ചെയ്തു പോയല്ലോ റബ്ബേ, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, അസ്തഗ്ഫിറുല്ലാഹ്, നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ ആ ചെയ്ത തെറ്റിനെ അള്ളാഹു മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ വീണ്ടും നടന്നു പോകുമ്പോ രണ്ടാമതൊരു പെണ്ണിനെ കണ്ടു. മനഃപൂർവ്വം നോക്കിയതല്ല, പെണ്ണ് കാണാൻ വേണ്ടി പോയതല്ല, പെണ്ണിന്റെ വായ നോക്കാൻ വേണ്ടി ഇറങ്ങിയതുമല്ല, എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. രണ്ടാമത് പോയപ്പോ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കാണാനിടയായി. ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്, നിയന്ത്രിക്കണമെന്ന് അനിയന്ത്രിതമായി നോക്കിപ്പോയി, സൗന്ദര്യം ആസ്വദിച്ചു പോയി. പെണ്ണ് നടന്നുപോയി. അല്പം കഴിഞ്ഞപ്പോ വീണ്ടും ചിന്തിച്ചു, പഠിച്ചോനെ, ഇത് ചെയ്യാൻ പാടില്ലാത്ത തെറ്റായിരുന്നല്ലോ റബ്ബേ, നിന്ന് വന്നു പോയല്ലോ, അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് പുറത്തു താ റബ്ബേ, എനിക്ക് മാപ്പ് നൽകു എന്ന് പറഞ്ഞാൽ നീ ചെയ്ത തെറ്റിനെ അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പുറത്തു തരട്ടെ, അല്ലാഹു പുറത്തു തരട്ടെ. അപ്പൊ ഒന്നാമത്തേത് ശബാബക ഖബ്ല ഹറമിക, നന്മ, നിന്റെ വാർദ്ധക്യം വരുന്നതിന് മുമ്പേ നിന്റെ യൗവനത്തെ നീ സൂക്ഷിക്കണം, മാക്സിമം നന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, രണ്ടാമത്തെ കാര്യം സിഹ്ഹതക, നിന്റെ ആരോഗ്യത്തെ മാക്സിമം നീ ഉപയോഗപ്പെടുത്തണം. നിന്റെ ആരോഗ്യത്തെ നീ മാക്സിമം ഉപയോഗപ്പെടുത്തണം. നിനക്ക് രോഗം വരുന്നതിന് മുമ്പ്, ഖബല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ്. രോഗം വന്നാൽ പിന്നെ നന്മ ചെയ്യാൻ പറ്റൂല, കിടന്ന കിടപ്പിലാണ്, കൈക്കാലുകളിൽ ബാൻഡേജ് ആണ്, വുളൂ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മുട്ട് മടക്കാൻ പറ്റുന്നില്ല, നിസ്കരിക്കണമെന്ന ആഗ്രഹമുണ്ട്, സുജൂദിൽ പോയാൽ നിവരാൻ പറ്റുന്നില്ല. യാ അല്ലാഹ്, രോഗിയായി പോയല്ലോ റബ്ബേ, ഞാൻ എങ്ങനെയാണ് നന്മ ചെയ്യുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ രോഗം വരുന്നതിന് മുമ്പുള്ള യൗവനമാണ് അല്ലാഹു നോക്കുന്നത്. നീ ഒരു 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെ രോഗിയാണ്, ഒരു കുഴപ്പമില്ല. അല്ലാഹുവിനോട് പറയും, പടച്ച റബ്ബേ, 25 വയസ്സ് മുതൽ രോഗിയാണല്ലോ ഞാൻ എങ്ങനെയാണ് നന്മ ചെയ്യുന്നത്? അള്ളാഹു ചോദിക്കുന്നത് നിന്നോട്, 25 വയസ്സ് വരെയുള്ള നിന്റെ നന്മയൊന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യട്ടെ, ഞാനൊരു സർവേ, ഞാനൊരു കണക്കെടുപ്പ് നടത്തട്ടെ.
15 വയസ്സ് മുതൽ 25 വയസ്സ് വരെ. നോക്കുമ്പോ നന്നായി നിസ്കരിച്ച് സുന്നത്തൊക്കെ ചെയ്ത് ഇബാദത്തെടുത്ത് സൂഫിയായിട്ട് ഒരാളാണ്. 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെ രോഗിയായിട്ട് കിടന്നു, നന്മയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മരിച്ചുപോയി. നിന്റെ 25 മുതൽ 60 വയസ്സ് വരെയുള്ളൊരു 35 വർഷക്കാലം അള്ളാഹു എങ്ങനെ പ്രതിഫലം തരുന്നറിയോ? നിന്റെ 15 മുതൽ 25 വരെ ആ 10 വർഷക്കാലം നീ ചെയ്ത എല്ലാ നന്മകളും ഇവിടേക്ക് അള്ളാഹു മാറ്റും. ഇവിടേക്ക് ഡൈവേർട്ട് ചെയ്യും. നീ ആകെ അധ്വാനിച്ച 10 വർഷമാണ്, പിന്നെ നീ രോഗിയായിട്ട് കിടന്നു. പക്ഷേ നിന്റെ കാലാകാലം അധ്വാനിച്ചതുപോലെയുള്ള പ്രതിഫലം അള്ളാഹു തരും. രോഗം വന്നതിന് ശേഷം ആലോചിച്ചിട്ട് കാര്യമില്ല. വന്നാ പോയി, വരുന്നതിന് മുമ്പ് സൂക്ഷിക്കണം. രോഗം വരുന്നതിന് മുമ്പേ സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. നമുക്ക് അങ്ങനെ ചെയ്യല്ലേ? രോഗം വരുന്നതിന് മുമ്പ് സൂക്ഷിക്കാം. രോഗം എപ്പോൾ വരിക? രോഗം എപ്പോൾ വരിക? നാളെ വരിക. നമ്മളെ സുഹൃത്ത്, നമ്മൾ ഇസ്മായിൽക്ക അല്ലേ, ഒരു പേര് റമങ്ക, നല്ലൊരു മനുഷ്യനായിരുന്നു. അള്ളാഹു ശിഫ നൽകട്ടെ. അങ്ങനെ കുറേ ആളുകൾ എപ്പോൾ വരാൻ ആർക്കും അറിയില്ല സഹോദരങ്ങളെ. ഒരു സുപ്രഭാതത്തിൽ വേദന സഹിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുമ്പോൾ ക്യാൻസറാണ്. എല്ലാം പോയില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എല്ലാവരും. അള്ളാഹു രോഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. നടക്കാൻ കഴിയാത്ത ആളുകൾ, ഇരിക്കാൻ കഴിയാത്ത ആളുകൾ, കിടപ്പിലായവർ, എൻ്റെ പെടുത്തട്ടെ എത്രയോ ആളുകൾ രോഗബാധിതരായ. ഇപ്പം എൻ്റെ ഒരു കണ്ണൂരിലുള്ള ഒരു സുഹൃത്ത്, ജാഫർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഒരാളാണ്. ഭാര്യ ചെറുപ്പക്കാരിയാണ്, ഇവിടെ കഴുത്തിൽ ടോൺസറാണ്. കുറേ വർഷമായി ദുആ ചെയ്യാനൊക്കെ പറയുന്നു. അള്ളാഹു ശിഫ നൽകട്ടെ. നല്ലൊരു ചെറുപ്പക്കാരൻ, എപ്പോഴും ദുആ ചെയ്യാൻ പറയാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോൾ ഈ യൗവനത്തിൽ തന്നെ രോഗം വരാം, യൗവനത്തിൽ തന്നെ രോഗം പിടിപ്പെടാം. രോഗിയായി കിടക്കുന്ന എത്ര ആൾ, ക്യാൻസർ ബാധിച്ച 18 വയസ്സായ ആളുകളില്ലേ? 2.5 വയസ്സുള്ള കുഞ്ഞിന് വരെ ക്യാൻസറാണ്. കാസർഗോഡ് പടന്നയിലൊരു വേദന പോയപ്പോൾ 2.5 വയസ്സുള്ളൊരു കുഞ്ഞിന് ക്യാൻസറാണ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണ്ടായി. പടച്ചറബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. രോഗം എപ്പോൾ വരിക? അല്ലാഹു അഅലം. എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷേ വരുന്നതിന് മുമ്പേ നമ്മൾ അമൽ ചെയ്യണം. ആരും 60 വയസ്സ് വരെ കാത്തിരിക്കണ്ട, ഞാൻ അതുവരെ ആരോഗ്യത്തിലുണ്ടാകുമെന്ന് കാത്തിരിക്കരുണ്ട. എപ്പോൾ വേണമെങ്കിലും രോഗം വന്നേക്കാം. അതുകൊണ്ട് 5 കാര്യങ്ങൾ എപ്പോഴാണ് വരുന്നത് എന്നറിയില്ല. വാർദ്ധക്യം നമ്മൾക്കറിയാം എപ്പോഴാണ് വരുന്നത്. പക്ഷെ വന്നാൽ രക്ഷപ്പെടാൻ പറ്റൂല, വന്നാൽ പിന്നെ നന്മ ചെയ്യാനൊന്നും പറ്റൂല. വരുന്നതിന് മുമ്പേ ഒന്ന് ഉഷാറായിക്കോളൂ. രോഗം എപ്പോഴാണ് വരുന്നത് എന്ന് നമ്മൾക്ക് നിർണയിക്കാൻ പറ്റൂല. ഒരു സുപ്രഭാതത്തിലാണ് ക്യാൻസർ ആണ് എന്നറിയാൻ കഴിയുന്നത്. ഒരു സുപ്രഭാതത്തിലാണ് ബ്ലോക്ക് ഉണ്ടാവുന്നത്, അറ്റാക്ക് ഉണ്ടാകുന്നത്. 3 അറ്റാക്കൊക്കെ കഴിഞ്ഞു എന്ന് പലരും പറയാറുണ്ട്. നല്ല ചെറുപ്പക്കാർ അങ്ങനെ വന്ന് രോഗം പിടിപെട്ട് നന്മ ചെയ്യാൻ കഴിയാതെ മരിച്ചു പോയാൽ അള്ളാഹു നോക്കുന്നത് നിന്റെ യൗവനത്തിലേക്കാണ്. നീ യൗവനത്തിൽ എന്ത് ചെയ്തു എന്നാണ് അള്ളാഹു നോക്കുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഈ മഹത്തായ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് രോഗം വരാതെ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. 3-ാമത്തെ കാര്യം, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഗിനാക ഖബ്ല ഫഖരിക. ദാരിദ്ര്യം വരുന്നതിന് മുമ്പേ നിന്റെ ഐശ്വര്യത്തെ നീ ഉപയോഗപ്പെടുത്തണേ. നീ ഇപ്പൊ മുതലാളിയാണ്, നമ്മളെല്ലാവരും ഇപ്പൊ മുതലാളിമാരാണ്. അത്ര വലിയ ദാരിദ്ര്യം അനുഭവിച്ച ആളുകൾ ആരും ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റാ, കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റാ. ദാരിദ്ര്യം അതിന്റെ പടുകുഴിയിലെത്തിയാൽ, അങ്ങേയറ്റത്തെത്തിയാൽ അത് കുഫറിലേക്ക് വരെ, മതം മാറാൻ വരെ കാരണക്കാരാവുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. നിങ്ങൾ വിചാരിക്കേണ്ട ദാരിദ്ര്യം ചില്ലറയാണെന്ന് കരുതണ്ട, ദാരിദ്ര്യം പട്ടിണി ചില്ലറയാണെന്ന് കരുതണ്ട. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ദുആ ചെയ്യുമ്പോൾ ദുനിയാവിന് വേണ്ടി ദുആ ചെയ്യണം, ആഖിറത്തിന് വേണ്ടി മാത്രമാക്കി ഒതുക്കണ്ട, ദുനിയാവിന് മാത്രമായി ഒതുക്കണ്ട. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ അല്ലാഹ്.
ومن الناس من يقول ربنا آتنا في الدنيا حسنة وما له في الآخرة من خلاق. ചില ആളുകൾ ദുആ ചെയ്യുന്നുണ്ട്, റബ്ബേ ദുനിയാവിൽ എനിക്ക് ഖൈർ തരണേ. അവൻ ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചില്ല, ദുനിയാവിന്റെ സുഖങ്ങളാണ് അവന് ചോദിച്ചത്. അല്ലാഹു ഒരുപക്ഷേ ദുനിയാവിൽ അവന് സുഖം നൽകിയേക്കാ, ആഖിറത്തിൽ അവനെ പടച്ചവൻ തിരിഞ്ഞു നോക്കുകയേ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവ് മാത്രം ചോദിക്കണ്ട, ദുനിയാവും ആഖിറവും രണ്ടും ചോദിച്ചോളൂ. എന്താ പൈസ കിട്ടിയാൽ എന്താ കുഴപ്പം? പൈസ ഉണ്ടാവട്ടെ. പൈസ ഉണ്ടായാലല്ലേ മദ്രസ കിട്ടാൻ പറ്റൂ, പൈസ ഉണ്ടായാലേ പള്ളി കിട്ടാൻ പറ്റൂ, പൈസ ഉണ്ടായാലല്ലേ സഹായിക്കാൻ പറ്റൂ. രണ്ടുണ്ടായിക്കോട്ടെ. അല്ലെങ്കിൽ സ്വാലിഹായ മനുഷ്യന്റെ കയ്യിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നത് അനുഗ്രഹമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നല്ല നല്ല മനുഷ്യന്മാർ 1 ലക്ഷം ചോദിക്കുമ്പോൾ 10 ലക്ഷം കൊടുക്കുന്നവർ, 1000 ചോദിക്കുമ്പോൾ 10,000 കൊടുക്കുന്നവർ. പിന്നെ ചില ആളുകൾ 10 ലക്ഷം കൊടുക്കാമെന്നിട്ടിട്ട് 1 ലക്ഷം കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയല്ലേ? ഒരു മുക്കുവൻ നേർച്ചാക്കിയ പോലെ ഒരു മുക്കുവനെ പിന്നെ മുക്കുവ മീൻ പിടിക്കാൻ എത്രയോ ചൂണ്ടിട്ടിട്ടും മീൻ കിട്ടുന്നില്ല. അപ്പോൾ അയാൾ അവസാനം ഒരു അടവ് നോക്കി, ഏതായാലും ഇനി എനിക്ക് നല്ലൊരു മീൻ കിട്ടിയാൽ ഞാൻ പള്ളിയിലെ ഹൗദിലേക്ക് നേർച്ചാക്കി. അങ്ങനെ വിസ്മയൊക്കെ ചൊല്ലി ചൂണ്ടറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, വലിയൊരു മീൻ കിട്ടി. അത് പിടിച്ചിട്ട് കരയിലിട്ട് എൻ്റെ അടുത്ത് ചൂണ്ടിട്ട് കിട്ടുന്ന നോക്കാൻ വേണ്ടി കിട്ടുന്നില്ല. അപ്പം പറഞ്ഞു, അല്ലെങ്കിൽ പഠിച്ചോൻ എന്തിനാ മീൻ, പഠിച്ചോൻ എന്തിനാ, പള്ളിക്ക് എന്തിനാ മീൻ, അത് ഞാൻ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചൂണ്ടിടുമ്പോഴാണ് ഈ മീൻ ഇങ്ങനെ പടഞ്ഞു 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 വെള്ളത്തിലേക്ക് എന്നെ വീണു. അപ്പം അയാൾ ചോദിക്കുക, നീ പഠിച്ചോനൊരു തമാശ പറയാനും പറ്റൂലേ എന്ന്. അപ്പം അതേപോലെ 10 ലക്ഷം ഏറ്റെടുത്തിട്ടേ എന്തെങ്കിലും മനസ്സിലുദ്ദേശം ഉണ്ടാവും, അത് കിട്ടിയാൽ എങ്ങനെ കൊടുക്കാൻ. പക്ഷെ കിട്ടി, എല്ലാം കിട്ടി, പക്ഷെ കൊടുക്കാൻ മനസ്സുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കിട്ടാൻ വേണ്ടിയിട്ടാണ് 10 ലക്ഷം പറഞ്ഞത്. 1 കോടി കിട്ടിയാൽ 10 ലക്ഷം കൊടുക്കാം, 1 കോടി കിട്ടിയപ്പോൾ 10 ലക്ഷമൊക്കെ പഠിച്ചോൻ എന്തിനാ, 1 ലക്ഷമൊക്കെ പോരെ. അങ്ങനെ ചിന്തിച്ചു പോകരുത്. ഏറ്റെടുത്തത് ഹക്കാണ്, അത് കൊടുത്തേ പറ്റൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ കുറേ ആളുകൾ പറ്റിക്കുന്നുണ്ട്, പിന്നെ പരസ്യമായിട്ടൊക്കെ പറയും, പിന്നെ ഒന്നും കൊടുക്കൂല. അത് നമ്മൾ പെടരുത്. ഹക്കാണ്. അതൊരു ദിർഹമാണെങ്കിൽ വരെ ഹക്കാണ്. 1 ദിർഹമാണെങ്കിൽ വരെ, 1 രൂപയാണെങ്കിൽ വരെ ഹക്കാണ്. 1 ദിർഹം 1 രൂപയാണായിക്കോട്ടെ, 1 രൂപയാണായിക്കോട്ടെ, സമ്മതമില്ലാതെ അല്ലെങ്കിൽ കട്ടെടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തില്ല, ഇതിൻ്റെ പേരിൽ നാളെ നരകം അനുഭവിക്കുമെന്ന് ഉറപ്പാണ്. ഹറാമായ 1 രൂപ കൊണ്ട് നരകം അനുഭവിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. ഖൈബറിൽ ആർക്കും വേണ്ടാത്തൊരു തട്ടെടുത്തതിൻ്റെ പേരിൽ ഒരു സ്വഹാബി, നബിതങ്ങളുടെ ഖാദിമാണ്, യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നബിതങ്ങളുടെ ഒട്ടകപ്പുറത്ത് നിന്ന് ഒട്ടകത്തിൻ്റെ കട്ടിലും സാമഗ്രികളൊക്കെ താഴെ വെക്കുമ്പോൾ ഒരു ശത്രു അമ്പെയ്തു, ഓൺ ദി സ്പോട്ട് മരിച്ചു. അപ്പോൾ സ്വഹാബാക്കളൊക്കെ പറഞ്ഞു, ഹനി അല്ലഹുൽ ജന്ന, എന്തോ ഒരു ഭാഗ്യവാനാണയാൾ, സ്വർഗത്തിൽ ഉറപ്പ് തന്നെ. യുദ്ധം കഴിഞ്ഞിട്ടാണ് വരുന്നത്, അള്ളാഹുവിൻ്റെ ഹബീബിന് ഖിദ്മത്ത് എടുക്കുമ്പോഴാണ് ഷഹീദായി മരിക്കാൻ ഭാഗ്യം കിട്ടിയത്, സ്വർഗം തന്നെ. നിങ്ങൾ ദേഷ്യപ്പെട്ടു, നിങ്ങളോടാരാ പറഞ്ഞത്? ഇന്ന ശംലതല്ലതി അഖദ മിൻ ഖൈബർ, ഖൈബറിൽ നിന്ന് സമ്മതം കൂടാതെ അയാളെടുത്തൊരു തട്ടം കാരണം ലതഷ്തഇലു അലൈഹി നാറാ, നരകത്തിന്റെ തീ അയാൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോഴാണൊരു സഹാബി വന്നത്, അല്ലാഹുവിൻ്റെ ഹബീബേ, എൻ്റെ ചെരുപ്പിൻ്റെ വാറ് ഞാനൊരു യുദ്ധം കഴിഞ്ഞ് ആർക്കും വേണ്ടാത്തൊരു ചെരുപ്പിൽ നിന്ന് പറിച്ചെടുത്ത് എൻ്റെ ചെരുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, അതാർക്കും വേണ്ടാത്തതാണ്. നബിയെ, ഈ വാറിൻ്റെ വിധി എന്ത്? നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ചെരുപ്പിൻ്റെ വാർ ശിറാകുന്നൗ ശിറാകാനി ഫിന്നാർ, സമ്മതമില്ലാതെ എടുത്ത ആ ഒരു ചെറുപ്പിൻ്റെ വാർ കാരണം നാളെ നരകത്തിൻ്റെ അദാബ് സഹിക്കേണ്ടി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ 1 രൂപയാണെങ്കിൽ 1 രൂപ, ഹക്കല്ലാതെ ഹറാമായ ഒരു അംശം നമ്മുടെ സമ്പാദ്യത്തിലേക്കോ
നമ്മുടെ വരുമാനത്തിലേക്കോ വന്നാൽ അതിൻ്റെ പേരിൽ നരകത്തിൻ്റെ തീ ആളിക്കത്തേണ്ടി വരും, നരകത്തിൻ്റെ അദാബ് സഹിക്കേണ്ടി വരും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ.